നമ്മുടെ ഇന്നത്തെ വ്ളോഗിൽ ജലൻ പെറ്റാലിംഗ് സ്ട്രീറ്റിനെ കുറിച്ചാണ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. കൊലാലംപൂറിൻ്റെ ഹാർട്ടായിട്ടുള്ള ചൈന ടൗൺ എന്ന് പറയുന്നതാണ് നമ്മളുടെ ജലൻ പെറ്റാലിംഗ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ കോലാലംപൂർ വിശേഷങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല, ഞാൻ മുമ്പും പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി വരും വ്ളോഗുകളിൽ നമ്മളുടെ ബാക്കി മലേഷ്യൻ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അതായത് മിഡ് 19th സെഞ്ച്വറിയിലാണ് ചൈനീസുകാരുടെ ഹബ്ബായി മാറിയത് നമ്മളുടെ ജലൻ പെറ്റലിംഗ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. മൈനേഴ്സ്, ട്രേഡേഴ്സ് എല്ലാവരും വന്ന ഒരു സമയമായിരുന്നു മിഡ് 19th സെഞ്ച്വറി. അപ്പോൾ 1870s കാലഘട്ടമാണത്. അപ്പോൾ മെയിനായിട്ട് ചൈനീസ് കമ്മ്യൂണിറ്റിയാണ് ഇവിടെ വന്ന് അവരുടേതായിട്ടൊരു ഹബ്ബായി മാറ്റി. എല്ലാ ഷോപ്പുകളിലും നിങ്ങൾ നോക്കുകയാണെങ്കിലും അവരുടെ ആൾക്കാർ തന്നെ ആയിരിക്കും സാധനങ്ങളൊക്കെ സെല്ല് ചെയ്യാൻ അവിടെ ഇരിക്കുന്നതും. എല്ലാവിധ ഷോപ്പും നമുക്ക് ചൈന ടൗണിൽ കാണാൻ പറ്റും. എല്ലാവിധ ഷോപ്സും, അത് ആക്സസറീസ് ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, വെജിറ്റബിൾസ് ആയിക്കോട്ടെ, മീറ്റ് ആയിക്കോട്ടെ, എല്ലാ ഡ്രസ്സസ്, ക്ലോത്ത്സ്, എല്ലാ സെക്ഷൻസിൻ്റെയും ഒരു ഹബ്ബാണ് നമ്മളുടെ ചൈന ടൗൺ എന്ന് പറയുന്നത്. ഇത് കോഫി ബീൻ ഉണ്ടാക്കുന്ന ഒരു തരം മെഷീനാണ്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി. കൊലാലംപൂരിൽ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായാലും നമ്മൾ ചൈന ടൗൺ ഒരു മിസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലം തന്നെയാണ്. കാരണം ഒരു നല്ലൊരു സ്ട്രീറ്റ് അനുഭവം നമുക്ക് എങ്ങനെയായാലും ഒരു ട്രാവലിൽ ആവശ്യമായിട്ട് വരും. അപ്പം നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയതാണ് ഒന്ന് നമ്മളുടെ ചൈന ടൗൺ. അതേപോലെ തന്നെ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ജലൻ അലോർ സ്ട്രീറ്റ് കാണിക്കുന്നുണ്ട്. അതും വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരുപാട് സെക്ഷനിൽ മീറ്റ് ഉണ്ടെങ്കിലും എനിക്ക് അവർ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫിഷിനായിട്ടാണ് തോന്നിയത്. എസ്പെഷ്യലി സ്ക്വിഡ്, നമ്മൾ പറയുന്ന കൂന്തൽ. അത് നമ്മളെ നാട്ടിൽ കിട്ടുന്ന ചെറിയ തരം കൂന്തളല്ല, ഇവിടെ കിട്ടുന്ന വലിയ സൈസായിട്ടുള്ള കൂന്തളാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഒരുവിധം എല്ലാ ഷോപ്പുകളിലും കൂന്തൽ ഒരു മസ്റ്റ് ആയിട്ട് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ക്വിഡ് ഇവിടുത്തെ ഒരു മെയിൻ ഫുഡായിട്ടാണ്. മീറ്റിനേക്കാട്ടും ഇവർ ഫിഷിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് സ്ട്രീറ്റ് ഫുഡ്സ് കണ്ടപ്പോൾ തോന്നിയത്. ഇപ്പോൾ ചൈന ടൗൺ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ജലൻ അലോർ സ്ട്രീറ്റ്. കോലാലംപൂറിൻ്റെ വളരെ പ്രീമിയർ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റാണ് ജലൻ അലോർ എന്ന് പറയുന്നത്. അതായത് ഔട്ട്ഡോർ ഫുഡ് പാരഡൈസ്. ഓക്കെ, ഒരു 500 മീറ്ററോളം നീളം വരുന്ന ഒരു ഔട്ട്ഡോർ ഫുഡ് പാരഡൈസ് ആണ് ജലൻ അലോർ സ്ട്രീറ്റ്. അപ്പോൾ ഈവനിങ് ഒരു 6 PM ശേഷം ഫുൾ നിയോൺ ലൈറ്റൊക്കെ വെച്ച് കംപ്ലീറ്റ് ലിറ്റ് ചെയ്ത് ലൈറ്റൊക്കെ വെച്ച് ഫുൾ ഓൺ ആവുന്ന ഒരു മാർക്കറ്റാണ് ജലൻ അലോർ എന്ന് പറയുന്നത്. 1990കളിലാണ് ഈ സ്ട്രീറ്റ് ഇങ്ങനെ ഒരു ഹൈ എനർജി ഫുഡ്, അതായത് ഭക്ഷണത്തിന് വേണ്ടി മെയിനായിട്ടുള്ളൊരു സ്ട്രീറ്റ് ഫുഡ് ഏരിയയായി മാറുന്നത് 1990കളിലാണ്. നൂറുകണക്കിന് വെൻഡേഴ്സ്, അതായത് മലായ്, ചൈനീസ്, തായ്, സീ ഫുഡ് ഡിഷസ് എല്ലാം ഇവിടെ ലഭ്യമാണ്. നൂറുകണക്കിന് വെൻഡേഴ്സാണ്. ഇത്തരത്തിൽ എല്ലാതരം ഫുഡ് കൾച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ജലൻ അലോറിൽ സ്ട്രീറ്റിൽ നമുക്ക് കാണാൻ പറ്റുക. ഇവിടുത്തെ ഒരു മസ്റ്റ് ട്രൈ ഐറ്റംസ് ഏതൊക്കെയാണെന്ന് ഈ സ്ട്രീറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മളുടെ ചാർക്കോൾ ഗ്രിൽഡ് സറ്റായ് എന്ന് പറയും. അതുപോലെ തന്നെ BBQ ചിക്കൻ വിങ്സ്, ഗ്രിൽഡ് ഫിഷ്, അതുപോലെ തന്നെ ഫ്രൈഡ് നൂഡിൽസ്. ഇത്തരത്തിലുള്ള ഫുഡുകളാണ് സിഗ്നേച്ചർ ഡിഷസ് ആയിട്ട് ജലൻ അലോർ സ്ട്രീറ്റിൽ നമുക്ക്
മസ്റ്റ് ട്രൈ എന്ന് പറയേണ്ടി വരിക. പിന്നെ നമുക്ക് ഫ്രൂട്ട് സെക്ഷൻസിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ്, അതായത് ക്വാലാലംപൂരിൽ നമുക്ക് ഒരുവിധം എല്ലായിടത്തും പോയാൽ മലേഷ്യൻ ഫുഡായിട്ടുള്ള ദൂരിയൻ ഫ്രൂട്ട്, അതുപോലെ തന്നെ ഷുഗർ കെയിൻ ജ്യൂസ്, കോക്കനട്ട് വാട്ടർ ഒക്കെ നമുക്ക് ഫ്രൂട്ട് സെക്ഷൻസ്, ഒരു റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്ക് ഒക്കെ ആയിട്ട് നമുക്ക് അധിക സ്ഥലത്തും ജലനല്ലൂർ സ്ട്രീറ്റിൽ കാണാൻ പറ്റിയിരുന്നു. കൂടാണ്ട് തായ് ഫുഡ്സ് മെയിൻ ഫോക്കസ് അല്ലാണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ വിയറ്റ്നാമീസ്, അങ്ങനെ പല ഏഷ്യൻ സ്ട്രീറ്റ് ഫുഡ്സും നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഒരു മീറ്റ് പഫാണ്. ഇത് ഭയങ്കര റഷായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ വലിയൊരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു സംഭവത്തിന്. അപ്പോൾ ഞങ്ങൾക്കും ഇതൊന്ന് ട്രൈ ചെയ്യണം തോന്നി. ഒരു മീറ്റ് പഫ് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഒരു ഷവർമ റേഞ്ചിലൊന്നും വരില്ലെങ്കിലും അത്യാവശ്യം ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയാണ് ഈ ഒരു മീറ്റ് പഫ്. റോൾ ചെയ്തിട്ട് പിന്നെ അവർ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യാം. നല്ല റഷായിരുന്നു ഈ ഒരു പർട്ടിക്കുലർ ഫുഡിന് ആ ഒരു സ്ട്രീറ്റിൽ. അപ്പോൾ ഇതൊക്കെ കഴിച്ച് ഞങ്ങളുടെ വിശപ്പ് മാറാത്തതുകൊണ്ട് അവിടെ നല്ലൊരു ഇന്ത്യൻ ഹോട്ടൽ ഉണ്ടായിരുന്നു, ഇന്ത്യൻ എംപയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ കയറി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ആ ഡേ വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗുമായിട്ട് കാണാം. ടാറ്റാ.